ഈ ആഴ്ചയിലെ എവിക്ഷനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് കേട്ടോ വീടിനകത്ത് നടക്കുന്നത്. ആരായിരിക്കും പുറത്തു പോകുക, കൺഫ്യൂഷനാണ് ആരാണ് പോവുക എന്നുള്ളത്. 6 പേരാണ് നിലവിൽ എവിക്ഷൻ നോമിനേഷനിൽ വന്ന് നിൽക്കുന്നത്. അക്ബർ, ആര്യൻ, നെവിൻ, നൂറ, ഷാനവാസ്, ലക്ഷ്മി. ഇവരിൽ ആരായിരിക്കും പുറത്തു പോവുക? കഴിഞ്ഞ ആഴ്ച വരെയുള്ള എവിക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവരാരും എക്സ്പെക്ട് ചെയ്ത ആൾക്കാരല്ല പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആര് പോകും? ഇവരിൽ ആര് വേണമെങ്കിലും പോയേക്കാം. ഈ സീസണിൽ ഓൾമോസ്റ്റ് എല്ലാ ടാസ്കുകളും കഴിഞ്ഞു. ഇനി പെട്ടി വരാനുണ്ട്, ടിക്കറ്റ് ടു ഫിനാലെ വരാനുണ്ട്. ഇത് മാത്രമാണോ ഉള്ളത്? മറ്റൊരു ടാസ്കും കൂടിയില്ലേ, സീക്രട്ട് റൂം. അതെന്താ ഈ സീസണിൽ വരാത്തെ? മലയാളം ബിഗ് ബോസിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു വീട്ടിൽ ഒരു സീക്രട്ട് റൂം ബിഗ് ബോസ് കരുതി വെച്ച് കാണില്ലേ? ആ സീക്രട്ട് റൂമിലേക്ക് ആദ്യമായിട്ട് ആരായിരിക്കും പോവുക? ഈ സീസണിൽ ഒരാൾ പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ ആഴ്ച ബിഗ് ബോസ് സീക്രട്ട് റൂം കൊണ്ടുവന്നേക്കാം. ആരായിരിക്കും പോവുക? ലക്ഷ്മിയോ, നൂറിയോ, നെവിനോ? ഈ 3 പേരിൽ ഒരാൾ സീക്രട്ട് റൂമിലേക്ക് പോകും. അതുമല്ലെങ്കിൽ ആരിനെ ആയിരിക്കും സീക്രട്ട് റൂമിലേക്ക് അയക്കാം? എൻ്റെ ഒരു അഭിപ്രായം നൂറിയെ സീക്രട്ട് റൂമിൽ അയക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ 6 പേരെയും വെച്ചിട്ട് ഒരു എവിക്ഷൻ നടത്തും. നൂറിയെ നേരെ സീക്രട്ട് റൂമിലേക്ക് മാറ്റാനോ സാധ്യതയുണ്ട്. ഒന്നാമത് സീക്രട്ട് റൂം വന്നിട്ടില്ല ഈ സീസണിൽ. മറ്റൊന്ന്, നൂറ് പോയതിനു ശേഷം ആദിലയുടെ ഗെയിം എന്ത്? ഇപ്പോൾ രണ്ടാളും തമ്മിൽ ഈ നടയും ചക്രയായിട്ട് പാർട്ട്നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇവർ 2 ഗെയിമേഴ്സ് ആണെങ്കിലും അവർ അത്തരത്തിൽ തന്നെയല്ല കളിക്കും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ചെയ്ത് കളിക്കുന്നൊന്നുമില്ല. അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ത് വന്നാലും നൂറേനെ സപ്പോർട്ട് ചെയ്ത് ആദിലയും, ആദിലയും സപ്പോർട്ട് ചെയ്ത് നൂറയും എത്താറുണ്ട്. നൂറ് പോയതിനു ശേഷം ആദില എങ്ങനെയായിരിക്കും കളിക്കുക? ബിഗ് ബോസിനും പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അത് കാണാനായിട്ട്? അത് നൂറയും കൂടെയും കാണണ്ടേ? നൂറ കണ്ടിട്ട് അതെങ്ങനെയായിരിക്കും ആ ഒരു ഗെയിം പോവുക? അതൊരു പക്ഷേ ഈ സീസണിൽ നടക്കാൻ സാധ്യതയുണ്ട്. സീക്രട്ട് റൂം കൊണ്ടുവരാണെങ്കിൽ ഒരു പക്ഷേ നൂറിനെ കൊണ്ടുവരാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അത് ഗെയിം നൂറ കണ്ടിട്ട് ഭയങ്കരമായിട്ട് നൂറ തിരിച്ചു വന്ന് കളിക്കുമെന്നൊന്നും അല്ല കേട്ടോ. അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നുമില്ല നൂറയിൽ നിന്നും. അതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. 3 ആഴ്ചകൾ മാത്രമാണ് ഇനിയുള്ളത്. ഈ 3 ആഴ്ചയിൽ 3 ടാസ്കുകൾ വരും. ഒന്ന് പെട്ടി, മറ്റൊന്ന് ടിക്കറ്റ് ടു ഫിനാലെ, പിന്നീടുള്ളത് സീക്രട്ട് റൂമാണ്. ഈ സീക്രട്ട് റൂം ഒരുപക്ഷെ ഈ ആഴ്ച വന്നേക്കാം. നമുക്ക് നോക്കാം വരോ ഇല്ലേ എന്നുള്ളത്. എന്താണെങ്കിൽ ഈ ആഴ്ച എവിക്ഷനിൽ വന്നവരിൽ 6 സീക്രട്ട് റൂമിൽ പോയാലായിരിക്കും കുറച്ചുകൂടി ഗംഭീരമാവുക, അല്ലെങ്കിൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ സീക്രട്ട് റൂമിനെ ഹാൻഡിൽ ചെയ്യുക. ആര് വന്നാലായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിട്ട് നടക്കുക? നൂറ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് നോക്കാം ആരാ വരാമെന്നുള്ളത്. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാക്കും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.